കോഴിക്കോട് ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്നു. എന്താ പിന്നെ വിശേഷം? അല്ല, ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ? ആവശ്യങ്ങൾ ഒന്നിന് പുറമെ ഒന്നായിട്ട് വേറെ വേറെ വരുമല്ലേ. ഇപ്പൊ ഒരു 10-30 ദിവസം അല്ല അല്ലേ? 28 ദിവസമായി നിനക്ക്. ഞാൻ ഈ ബന്ധുക്കളൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് വരാന്ന് കരുതിയതാണ്. കുഴപ്പമില്ല. അല്ല, മരിച്ചെന്ന് പള്ളിയിൽ കബർ കുഴിച്ചത് ഞാനാണേ. ആരാ മരിച്ചത്? അല്ല, ഇക്കാടുമ്മ മരിച്ചെന്ന്. അന്നല്ലേ കബർ കളിച്ചല്ലേ? അല്ലെങ്കിൽ ഒരു ആവശ്യമൊക്കെ വരുമ്പോ അയൽവക്കാരെന്നടാ ഉണ്ടാവുള്ളൂ. അയ്യോ, ഇത് ആ ബേസിൽ കുഴിച്ചല്ല. അല്ല, എന്റെ പരിപാടി ഇപ്പൊ അതാണ്. ഇപ്പൊ അല്ല, ഈ വാർക്കപ്പണിക്ക് പോയിരുന്നല്ലേ? എന്താ കബറടക്കാൻ നടക്കണേ? വാർക്കപ്പണി ഇപ്പൊ ഇല്ലേക്കാ. ഈ നോട്ടൊക്കെ നിരോധിച്ച് പൈസയുടെ പ്രോബ്ലം വന്നപ്പേ മുഴുവൻ പണിയും നിർത്തി വെച്ച്. ഈ ബംഗാളികളൊക്കെ തന്നെ നാട്ടിലേക്ക് പോയല്ല. ഇതിപ്പോ എങ്ങനെ വെച്ചണ്ടാ? ഇത് തരക്കേടില്ല. ഇതിപ്പോ ഈ നാട്ടില് നല്ല രോഗങ്ങളൊക്കെയാണല്ലോ, ക്യാൻസറും അതും ഇതും ഒക്കെ ആയിട്ടേ. ഇപ്പൊ എല്ലാ ആശുപത്രിയിൽ നിന്നും ഒരാഴ്ചയില് 2-3 വീണ് കിട്ടുന്നുണ്ട്. തരക്കേടില്ല. പിന്നെ അന്ന് ഇക്കാക്കാണെ നല്ല വ്യസനവും ഉണ്ട്. പിന്നെ നോട്ടും നിരോധിച്ചല്ല. ആരുടെയിലും ചില്ലറയില്ല, 10 പൈസയില്ല. പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അതാ ഞാനിപ്പോ വന്നത്. അത് എത്ര? 1000. 1000 ഇല്ല. 1000-ന്റെ ഇല്ലല്ലോ ഇപ്പൊ. 1000-ന്റെ ഇപ്പൊ നോട്ടില്ലല്ലോ. എന്റെ 2000-ന്റെ ഇരിക്കണത്. 2000 കുഴപ്പമില്ല, ഞാൻ മാറിത്തരാ, കൊണ്ടുവന്ന് തരാം മാറിയിട്ട്. ഞാൻ ഇപ്പൊ എന്റെ ആകെ ഇരിക്കണുള്ളൂ. അപ്പൊ ഞാനത് അല്ല, ഇത് പോക്കില്ലല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ പുറത്തോട്ട് വണ്ടിയൊക്കെ ആയിട്ട് നടക്കണ മനുഷ്യരല്ലേ. അടുത്ത കബറില് കുറച്ചാ പോരെ ഇത്? ആർക്ക് കായ് തരന്റെ സുലൈമാൻ, അതിന് വേണ്ടിട്ട് ആളെ കൊല്ലല്ലേ ഈ അത്യാവശ്യമുള്ളവിടാണ് അല്ലേ? ഈ ഒരു കാര്യം ചെയ്യുന്നപ്പോ അതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടായാലും കണക്കന്നല്ലേ. അത് കണക്കിൽ വെച്ചോ. ഞാൻ വയ്യത്താവുമ്പോ എനിക്ക് അത് 2 കൂടി ഇട്ട് തരാം. കബർ കുഴിച്ചത് പറ്റില്ല എഴുതാനാ? ശരി. ഇക്കണക്കിന് നിങ്ങളൊക്കെ മരിക്കണതിന് മുമ്പ് അഡ്വാൻസ് മേടിച്ചിട്ട് കബർ വെട്ടേണ്ടി വരുമല്ലോ. സുലൈമാന ഒരു തമാശ പറഞ്ഞാടാ, താരാടാ. താനൊക്കെ പള്ളിക്കാരിലോട്ട് വാടോ, ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം തരാ. ഒരു തമാശ പറയാൻ പറ്റില്ല ഈ ആദ്യ ചങ്ങായികളുടെ അടുത്ത്. അന്നാ പഹം പ്രാഗി പോവുകയും ചെയ്തില്ല. എന്താണ്